അമേരിക്കയ്ക്ക് പോലും ദീർഘകാലത്തേക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയുടെ വലിയ സഹായം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കാനാവുന്നത്. ഇറാൻ്റെ ആണവശേഷിയെ തകർക്കാൻ ബലപ്രയോഗം നടത്തുമ്പോൾ വികിരണ സാധ്യത, ഫിസൈൽ മെറ്റീരിയൽസ്, അത് ആണവ വികിരണം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ആക്രമണം. ആ രാജ്യം തകരാതെ നോക്കേണ്ടത്, ജൂതരാഷ്ട്രം നിലനിൽക്കേണ്ടത്, നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഇസ്രായേലിന് പണം അപ്പോൾ ഒരു വിഷയമാണോ? അതുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം, പ്രത്യാക്രമണം, ഇതെല്ലാം ഇസ്രായേലിൻ്റെ രീതിശാസ്ത്രമായി മാറിയിരിക്കുന്നു. അമേരിക്കയുടെ വലിയ സഹായം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കാനാവുന്നത്. കാരണം ഇസ്രായേലിന് ആ രീതിയിലുള്ള വലിയ വരുമാനം ജനറേറ്റ് ചെയ്യാൻ ടൂറിസം രീതിയിലും ഈ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ലഭിക്കുന്ന വിളവ്, ഇതൊന്നും തന്നെ വലിയ രീതിയിൽ വിദേശ നാണ്യം നേടിത്തരാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ റവന്യൂ ജനറേഷനുള്ള മാർഗങ്ങൾ ഇസ്രായേലില്ല എന്ന് ഓർക്കണം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇസ്രായേൽ ഇറാൻ യുദ്ധം നീളുന്നത് ഇസ്രായേലിനെയും വല്ലാതെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? കാരണം ഇറാനുമായുള്ള യുദ്ധം സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിൽ ആഴ്ചയിൽ $3 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്ക്. അപ്പോൾ ഇസ്രായേലിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയാണോ ഈ യുദ്ധം? കോസ്റ്റ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ ചിലവ് അതിഭീമമാണ്. മോഡേൺ വാർഫെയർ, അത് ആക്രമണത്തിന് വേണ്ടിയാണെങ്കിലും പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മിസൈൽ സംവിധാനങ്ങളുടെ പരിപാലന ചിലവാണെങ്കിലും വളരെ ഭീമമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന യുദ്ധം ജയിച്ചാൽ ലഭിക്കുന്ന സാമ്പത്തിക ലാഭം ആത്യന്തികമായ ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ പോലും തൽക്കാലത്തേക്ക്, ദീർഘകാലത്തേക്ക് ഒരു രാജ്യത്തിനും, അമേരിക്കയ്ക്ക് പോലും ദീർഘകാലത്തേക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഘട്ടത്തിലാണ് ഏറെക്കാലമായി 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ നിരന്തരമായ യുദ്ധത്തിലാണ്. അപ്പം ഇത്ര കാലം ഇറാൻ്റെ ആവനാഴികൾ നിറച്ചുകൊണ്ടിരിക്കാനാവും. അതിന് വളരെ വലിയ രീതിയിലാണ് അമേരിക്കൻ സഹായം വരുന്നത്. മിസൈലുകളുടെ രൂപത്തിലും എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ രൂപത്തിലും അമ്യൂണേഷൻസിൻ്റെ രൂപത്തിലും എല്ലാം തന്നെ അമേരിക്കയുടെ വലിയ സഹായം ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ പിടിച്ചു നിൽക്കാനാവുന്നത്. കാരണം ഇസ്രായേലിന് ആ രീതിയിലുള്ള വലിയ വരുമാനം ജനറേറ്റ് ചെയ്യാൻ ടൂറിസം രീതിയിലും ഈ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ ലഭിക്കുന്ന വിളവ്, ഇതൊന്നും തന്നെ വലിയ രീതിയിൽ വിദേശ നാണ്യം നേടിത്തരാൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ റവന്യൂ ജനറേഷനുള്ള മാർഗങ്ങൾ ഇസ്രായേലില്ല എന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ ഇറാൻ ഡിപ്പെൻഡ്സ് ഓൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓൾസോ. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുക ഭീമമാണ്. കാരണം ഇസ്രായേൽ ചെയ്ത യുദ്ധങ്ങൾ നോക്കൂ, ഹമാസിനെതിരെ, ഹിസ്ബുള്ളയ്ക്കെതിരെ, ഹൂതികൾക്കെതിരെ, ഇപ്പോൾ ഇറാനെതിരെ ആദ്യ 2023 24 നടന്ന വേവ്സ് മിസൈൽ അറ്റാക്കുണ്ട്. ഇപ്പോൾ പൂർണ്ണ രീതിയിൽ യുദ്ധം അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്നു. അതേസമയം അമേരിക്കയ്ക്ക് ഒരു റെസിലിയൻസ് ഉണ്ട്. അതായത് യുദ്ധം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു റീപ്ലെനിഷ് ദി ആഴ്സണൽ വെപ്പൺറി. അതായത് ഇത് കുന്നുകൂടി കിടക്കുന്ന ആയുധങ്ങൾ, ഈ ആയുധങ്ങൾ പൊട്ടിച്ച് തീർക്കണം. ബോംബുകൾ, മിസൈലുകൾ ഉപയോഗിച്ച് തീർക്കണം. പഴയ കാര്യങ്ങൾ, പ്രഹരശേഷി കുറവുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർത്തെടുക്കുക എന്ന ഒരു തന്ത്രമുണ്ട്. അതുമാത്രമല്ല, ഷോക്കേസിങ് വെപ്പൺറി, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും വെപ്പൺറിയുടെ ഷോക്കേസിംഗ് ആണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് വളരെ ഗൗരവമായിട്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ച് നോക്കൂ. യഥാർത്ഥ യുദ്ധം സംഭവിച്ചെങ്കിൽ മാത്രമല്ലേ അമേരിക്കയുടെ ആയുധങ്ങളുടെ പ്രഹരശേഷിയെക്കുറിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് ബോധ്യമുണ്ടാകൂ. യുദ്ധഭൂമിയിൽ പ്രയോഗിച്ച് കാട്ടുന്ന ആയുധങ്ങൾ, അവയുടെ പ്രഹരശേഷി അളക്കാൻ സാധിക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവളക്കാൻ സാധിക്കും. അതനുസരിച്ച് ഭാവിയിൽ ഓർഡറുകൾ ലഭിക്കും. നോക്കൂ, ചൈനീസ് ആയുധങ്ങൾ ഇപ്പോൾ കാര്യമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് കരുതുക. ചൈനീസ് ആയുധങ്ങൾക്ക് ഓർഡർ ലഭിക്കില്ലല്ലോ. റഷ്യൻ ആയുധങ്ങൾ കാര്യമായി ഉപയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പരാജയപ്പെടുന്ന ഇടത്താണ് റഷ്യൻ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ട്രാക്ഷൻ ലഭിക്കില്ലല്ലോ. വിജയ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനാണ് ഒരുപക്ഷെ ആവതുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ആയുധം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ തീരുമാനിക്കുന്നത്. ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ യുദ്ധം നിരന്തരം ഉണ്ടാക്കേണ്ടത് ലേശം ആയുധച്ചെലവുണ്ടായേക്കാം, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായേക്കാം. പക്ഷേ ഭാവി വാണിജ്യ സാധ്യത,
മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പല പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമാണ്. അതിൻ്റെ സാധ്യതകൾ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഏത് യുദ്ധവും ഒരു ലാഭക്കച്ചവടമാണ്, ഏത് സംഘർഷവും ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. ആ രീതിയിലാണ് അമേരിക്ക ഇതിനെ കാണുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷ ചിലവൊരു ബാധകമല്ല. രാജ്യം ഉണ്ടാവണമെങ്കിൽ അതിന് സുരക്ഷ ഉണ്ടാവണം. സുരക്ഷ ഉണ്ടാകണമെങ്കിൽ വലിയ പണച്ചിലവുള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് നോക്കുന്നത്. പ്രത്യേകിച്ചും ഇറാൻ എന്ന രാജ്യം, ഡെത്ത് ടു ഇസ്രയേൽ, ജൂതരാഷ്ട്രത്തിൻ്റെ മരണം എന്നാണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെത്ത് ടു അമേരിക്ക ഓൾസോ. അപ്പോൾ അത് മാത്രമല്ല, ടെഹ്റാനിൽ ഒരു ഡൂംസ് ഡേ ക്ലോക്ക്, ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്ലോക്കാണ്. 2015 അയത്തുള്ള അലി ഖൊമേനിയുടെ പ്രത്യേക താല്പര്യപ്രകാരം സ്ഥാപിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ആ ഒരു ക്ലോക്ക് അത് പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. അതായത് 2040 എന്ന വർഷം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് കൃത്യമായി 25 വർഷം, 2015 മുതൽ 40 വരെ 25 വർഷം, കാൽനൂറ്റാണ്ട്. ആ കാൽനൂറ്റാണ്ടിനുള്ളിൽ ഞങ്ങൾ ഇസ്രയേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന പ്രതിജ്ഞയാണ്. അത് ഒരുപക്ഷെ ബോംബ് ആക്രമണത്തിൽ ആ ഡൂംസ് ഡേ ക്ലോക്കൊക്കെ തകരാനുള്ള സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ രാജ്യം തകരാതെ നോക്കേണ്ടത്, ജൂതരാഷ്ട്രം നിലനിൽക്കേണ്ടത്, നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഇസ്രയേലിന് പണം അപ്പോൾ ഒരു വിഷയമാണോ? അതുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം, പ്രത്യാക്രമണം, ഇതെല്ലാം ഇസ്രയേലിൻ്റെ രീതിശാസ്ത്രമായി മാറിയിരിക്കുന്നു. ഡെത്ത് ടു അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ ഒരുപക്ഷെ അമേരിക്കയെ കൊന്നെടുക്കാനാവില്ല. അത് ഒക്കെ വങ്കത്വമാണ്. അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഇറാൻ കേവലം ഒരു വളരെ ദുർബലമായ രാജ്യമാണ് അമേരിക്കയുമായി തട്ടിച്ചു നോക്കുമ്പോൾ. അതേസമയം അമേരിക്ക ആ മേഖലയിൽ കടന്നു വന്നില്ലായിരുന്നു എങ്കിൽ, ഇസ്രായേൽ അമേരിക്ക കോമ്പിനേഷൻ ഇല്ലായിരുന്നു എങ്കിൽ, പേർഷ്യൻ ഗൾഫ് മേഖല ഇറാൻ്റെ തേർവാഴ്ച കാണുന്ന ഒരിടമായി മാറുമായിരുന്നു. ആ സെൻസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാൻ്റെ ഹെഗിമൺ, ഒരു ലോക്കൽ ഹെഗിമണി ഉണ്ടാകുമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അതൊരു ബാലൻസ് ചെയ്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങളെ അടിമുടി ആയുധമണിയുകയും തങ്ങളുടെ നേരിട്ടുള്ള സേനാ വിന്യാസം അമേരിക്ക ഉറപ്പുവരുത്തിയിരുന്നു വെസ്റ്റ് ഏഷ്യയിൽ. അതോടൊപ്പം എപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു പങ്കാളി എന്ന നിലയിൽ ഇസ്രയേൽ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടുത്തെ ബിൽഡപ്പ്. അതുകൊണ്ട് പണച്ചെലവിനെക്കുറിച്ച് രണ്ട് കൂട്ടരും കാര്യമായി ബോധർ ചെയ്യുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ പണമില്ല. അവരുടെ ആയുധങ്ങൾ ഒന്ന് റീപ്ലേനിഷ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇറാന് റവന്യൂ ജനറേഷൻ ഓൾമോസ്റ്റ് നില്ലാണ്. എണ്ണ വിൽക്കാൻ സാധിക്കുന്നില്ല. കടുത്ത ഉപരോധമാണ്. സ്പെയർ പാർട്ടുകൾ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ റഷ്യയും ചൈനയും വല്ലാതെ ആശ്രയിച്ച് തന്നെയാണ് ഇറാൻ്റെ പ്രോഗ്രാംസ് എല്ലാം, ആയുധ ബിൽഡപ്പ് പോലും. അതുകൊണ്ട് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയിലാണ്. യുദ്ധം കഴിയുമ്പോൾ യുദ്ധത്തിൻ്റെ പരിസമാപ്തി എങ്ങനെ വന്നാലും ഇറാൻ്റെ സാമ്പത്തിക ഭദ്രത നടുപൊടിയുന്ന രീതിയിലാവും. പക്ഷേ ഇറാൻ്റെ മണ്ണിനടിയിൽ നിക്ഷേപമുണ്ട്, വലിയ നിക്ഷേപം, എണ്ണ നിക്ഷേപം. ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ടെക്നോളജി കടന്നു വരികയാണെങ്കിൽ, അതിനുള്ള സംവിധാനം ഒരുക്കപ്പെടുകയാണെങ്കിൽ, സമാധാനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ ദ്രുതഗതിയിൽ തന്നെ ഇറാന് നഷ്ടങ്ങളെല്ലാം നികത്തി മുന്നോട്ട് പോകാവുന്ന പ്രകൃതി വിഭവങ്ങൾ ഇറാൻ്റെ ഒരു വലിയ സാധ്യതയാണ്. ഇസ്രായേൽ അങ്ങനെയുള്ള പ്രകൃതി വിഭവങ്ങൾ ആ രീതിയിലില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇസ്രായേൽ മറ്റ് മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും. ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ ഇറാൻ ഒരൊറ്റ രാജ്യമായിട്ടാണോ, പലതായി ചിതറിയാണോ, അതോ ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട് ഉഴലുകയാണോ? നാളെ ഇറാൻ എന്താ സംഭവിക്കുന്നത് എന്നത് ഇപ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാനാവുമോ? അത് ഇറാൻ ഒരു അഖണ്ഡ ഇറാനായി നിലനിൽക്കുകയാണ് എങ്കിൽ, ഒരു സമാധാനം വരികയാണെങ്കിൽ ലോകരാജ്യങ്ങളുമായി സഹകരിക്കുക, ടെക്നോളജി ഉൾപ്പെടെ സഹകരിക്കുക, ഈ ഹോക്കിഷ് നിലപാട് മാറ്റുക. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അറബ് രാജ്യങ്ങളുമായി ഉൾപ്പെടെ സഹകരിച്ചു പോവുക എങ്കിൽ ഇറാന് അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇറാൻ ക്യാൻ സർട്ടൻലി ബൗൺസ് ബാക്ക്. പക്ഷെ ഒരുപാട് ഈഫ്സ് ആൻഡ് ബട്ട്സ് അടങ്ങിയിരിക്കുന്നു. ശരിക്കും ഇറാൻ തകർന്നാൽ തകരുമോ ഇല്ലയോ എന്നത് മറ്റൊരു ചോദ്യം. ഇറാൻ തകരുകയാണ് എങ്കിൽ ഇസ്രായേലിന് മുന്നിൽ മറ്റൊരു പ്രതിസന്ധി കൂടിയില്ലേ? കാരണം ഇറാന്റെ ഭീഷണി നേരിടാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി രഹസ്യധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇറാൻ തകർന്നാൽ ഇവർ ഇസ്രായേലുമായി ബന്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സ്വന്തം നിലയിൽ ശ്രമിക്കുകയും ചെയ്യും. അത് പുതിയ തർക്കങ്ങൾക്ക് തുടക്കമിടില്ലേ? പ്രധാനമായും ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഈ ഒരു മേഖലയെ വീണ്ടും സംഘർഷഭരിതമാക്കാനുള്ള സാധ്യത കൂടി കാണുന്നില്ലേ? ഇറാൻ പൂർണ്ണമായി തകർന്നാൽ മേഖലയുടെ
ഒരു സന്തുലിത അവസ്ഥ കൂടിയാണ് തകരുന്നത്. നോക്കൂ, ഇവിടെ സൂചിപ്പിച്ച ശക്തരായ 3 രാജ്യങ്ങൾ, ഇസ്രായേൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇസ്രായേലിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാറിക്കിടക്കുന്ന തുർക്കി, ഇസ്ലാമിക രാജ്യമാണ്, തയ്യിദ് എർദോഗാൻ നയിക്കുന്ന തുർക്കി. അതുപോലെ ഇപ്പോൾ റിഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന, ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന, പഴയ പരമ്പരാഗതമായ ചില മാമൂലുകളിൽ നിന്നും ചെറുതായെങ്കിലും മോചിതമായിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രതിച്ഛായ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ സുന്നി അറബ് രാജ്യം സൗദി അറേബ്യ. മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിൽ വൻപൻ ചുവടുവയ്പ്പുകളാണ് സൗദി നടത്തുന്നത്. എണ്ണയ്ക്കുപരിയായി, എണ്ണയ്ക്ക് ശേഷവും ഒരു ലോകം. അപ്പോൾ സൗദിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്തെല്ലായിടത്തും വർദ്ധിക്കുന്നു. സൗദിയുടെ നഗരങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടുന്നു. സൗദിയുടെ രീതികൾ മാറുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ശക്തമായ രാജ്യം ഇറാനാണ്. ഇപ്പോൾ ഇറാഖിൻ്റെ പ്രതാപം അവസാനിച്ചു. ഈജിപ്റ്റ് എന്ന ശക്തി മുൻകാല ശക്തി മാത്രമാണ്. ഇപ്പോഴും ഈജിപ്തിന് ശക്തിയുണ്ട്, പക്ഷേ ആഭ്യന്തര കലഹത്താൽ വല്ലാതെ ഉഴലുന്നു. സിറിയ എന്നതൊരു ശക്തിയേ അല്ല. ബാഷർ അൽ അസദിൻ്റെ കാലത്തിന് ശേഷം അൽഷറ ഭരണകൂടം വന്നപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു രാജ്യമാണ്. മറ്റ് രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണ്. UAE, ഖത്തർ, ഒമാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക ശക്തിയായി പെരുമാറാമെങ്കിലും സൈനികപരമായി ഒന്നും കാര്യമായ പ്രഭാവം ചെലുത്താൻ ആവില്ല. അപ്പോൾ പിന്നെ എല്ലാ കണ്ണുകളും ഇസ്രായേലിന് ചുറ്റുമുള്ള 3 രാജ്യങ്ങളിലേക്ക് ചെന്ന്, അങ്ങ് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഇറാൻ, തെക്ക് സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യ, വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന തുർക്കി, ഈ 3 രാജ്യങ്ങളുടെ മധ്യത്തിലാണ്. ഈ 3 രാജ്യങ്ങളുമായി കാര്യമായ, സൗദിയുമായിട്ട് ഒഴിച്ച് കാര്യമായ അതിർത്തിയില്ലാത്ത രാജ്യവുമാണ് ഇസ്രായേൽ എന്നോർക്കണം. അപ്പോൾ ഇറാനെ തവിട് പൊടിയാക്കുന്നു എന്ന് കരുതുക. ഇത് ജിയോ പൊളിറ്റിക്സ് ആണ്, ജിയോ സ്ട്രാറ്റജിക് കൺസിഡറേഷൻസ് ആണ് ഈ സംസാരിക്കുന്നത്. ഇറാനെ തവിട് പൊടിയാക്കുന്നു എന്ന് കരുതുക. ഇപ്പോൾ ഇറാനെ തവിട് പൊടിയാക്കി കഴിഞ്ഞാൽ പിന്നെ അബ്രഹാമിക കരാറുകൾക്ക് എന്താണ് പ്രസക്തി? അമേരിക്ക ഇറാനെയും സൗദി അറേബ്യയും, അതുപോലെ ഇറാനെയും UAEയെയും, അതുപോലെ ഇസ്രായേലിനെ സൗദി അറേബ്യയും, ഇസ്രായേലിനെയും മറ്റ് അറബ് രാജ്യങ്ങളെയും എല്ലാം ഒരേ പേജിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യ പിതാവായി ഇവരൊക്കെ കരുതപ്പെടുന്ന അബ്രഹാമിൻ്റെ പേരിൽ സമാധാന ചർച്ചകൾ നടത്തി കരാറുകളിൽ ഒപ്പിടുകയാണ്. 4 അറബി ഇസ്ലാമിക രാജ്യങ്ങൾ അബ്രഹാമിൻ്റെ പേരിൽ ഇസ്രയേലുമായി കരാർ ഒപ്പിട്ടു. അതെല്ലാം തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സന്ധിയാണ്. ഇസ്രയേൽ ആക്രമിക്കില്ല, അത് ഉറപ്പുവരുത്തുന്നു. ഇസ്രയേലുമായി പരമാവധി ടെക്നോളജി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹകരണം ആകാം. അപ്പോൾ ഇത് അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൻ്റെ വിജയമാണ്. അവിടെ മറുപക്ഷത്ത് നിൽക്കുന്നത് ഇറാനാണ്. ഇറാനെ ചെറിയ രീതിയിൽ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സ് എന്ന നിലയിൽ കൂടിയാണ്. ഒന്ന്, ഇസ്രായേലിൽ നിന്നുള്ള ആക്രമണം ഒഴിവാകണം, അതുകൊണ്ട് സന്ധി ചെയ്യുന്നു. അതേപോലെ ഭാവിയിൽ ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ പ്രത്യേകിച്ച് സൗദിക്ക് ആ കൺസേണുണ്ട്. സൗദി തന്നെ ഇസ്രായേലുമായി അബ്രഹാമിക്ക് കരാർ ഒപ്പിടുന്നതിൻ്റെ ഒരു സാഹചര്യം അങ്ങേ അറ്റത്ത് വന്നപ്പോഴാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഒപ്പിടും എന്ന സാഹചര്യം വന്നപ്പോൾ ആ പാരഡൈം പൊളിക്കാൻ വേണ്ടിയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒക്ടോബർ 7, 2023 ഇസ്രയേലിന് നേരെ കിരാതമായ ആക്രമണം ഉണ്ടായത് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഈ അബ്രഹാമി കരാറുകളുടെ ഭാവിയെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. ആ ഭാവി അവതാളത്തിലാവില്ലേ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഇത് സഹകരണത്തിൻ്റെ മേഖല. യുദ്ധം കഴിഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ സഹകരണത്തിൻ്റെ, സൗദി ഇറാൻ സഹകരണം, ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായി വർദ്ധിച്ച സഹകരണം, ഭരണകൂടവുമായിട്ടാണ് യുദ്ധം. ഇറാൻ എന്ന രാജ്യത്തെ ജനതയും സൗദി എന്ന രാജ്യത്തെ ജനതയും തമ്മിലല്ല യുദ്ധം. ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടവും അമേരിക്കൻ താല്പര്യങ്ങൾ ഉള്ള രാജ്യങ്ങളുടെ താവളങ്ങളും ഇത് തമ്മിലാണ് യുദ്ധം, അല്ലെങ്കിൽ ആ താവളങ്ങളിലേക്കാണ് യുദ്ധം. അതുകൊണ്ട് ആ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാകുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഇറാൻ മാറി ചിന്തിക്കുന്നു എന്ന് കരുതുക, യുദ്ധം അവസാനിക്കുന്നു. ഇതെല്ലാം ശുഭസൂചനകളല്ലേ? അങ്ങനെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പുതിയൊരു പാരഡൈമാണ്. അവിടെ അമേരിക്കയ്ക്ക് എന്ത് പ്രസക്തി എന്ന ചോദ്യം മാത്രമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പൂർണ്ണ സമാധാനം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ന്യായമായ ചോദ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പക്ഷം പിടിക്കുക, നമ്മുടെ മനസ്സുകൾ പങ്കിലമാകാതെ നോക്കണ്ടേ? നമ്മൾ പക്ഷം പിടിച്ചുകൊണ്ട് ഇറാൻ പക്ഷം, അമേരിക്ക പക്ഷം, അങ്ങനെ പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ന്യായമാണോ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതനുസരിച്ച് സമാധാനത്തിനൊരു അവസരം കൊടുക്കണം എന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുക. അതല്ല ചിന്തിക്കണം. നമ്മുടെ എത്രയോ സഹോദരങ്ങൾ, എന്നെ കേൾക്കുന്ന മലയാളികളായ എത്രയോ പേരുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അവരെല്ലാം ഒന്ന് മാറി ചിന്തിച്ച് നോക്കൂ. പക്ഷം ചേർന്നുകൊണ്ട് കൊഴുപ്പിച്ച് നിർത്തുന്നത് ശരിയാണോ? പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയാണോ? പലപ്പോഴും എന്നോട് പലരും സ്നേഹപൂർവ്വം പറയാറുണ്ട്, സാർ ഇതിലൊരു പക്ഷത്ത് ഉറച്ചു നിൽക്കൂ. എനിക്ക് പക്ഷമില്ല, പക്ഷത്തിൻ്റെ ആവശ്യമില്ല.
ശരിയുടെ പക്ഷമാണ്. അത് സമാധാനത്തിൻ്റെ പക്ഷമാണ് ശരിയുടെ പക്ഷം. സമാധാനം എന്ന പക്ഷം പറയുമ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിൻ്റെ വിവരണങ്ങൾ, അതിൻ്റെ സാഹചര്യങ്ങൾ, അതിൻ്റെ ഗതിവിഗതികൾ അത് അവലോകനം ചെയ്യണം. അല്ലാതെ മാറ്റിമറിച്ചും പറയുന്നു എന്നത് ഒരു 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 വലിയ ഒരു ആരോപണം മാത്രമാണ്. അതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ യുദ്ധം വിവരിക്കുക എന്നതും അതിൻ്റെ പൊരുൾ തിരിച്ചു പറയുക എന്നതും സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുക എന്നതുമാണ് പ്രധാനം. അല്ലാതെ നിരന്തരം ഒരു പക്ഷം പിടിച്ചുകൊണ്ട് ഒരു പക്ഷത്തെ പൊക്കി അങ്ങോട്ട് സംസാരിക്കുക, മറ്റൊരു പക്ഷത്തെ ഇകഴ്ത്തി സംസാരിക്കുക, അങ്ങനെ പറയാനാവില്ല. യുദ്ധം ഒരുപക്ഷെ ഇസ്രായേൽ ആഞ്ഞടിക്കുന്നു എന്ന് പറയും, ഇറാൻ ആഞ്ഞടിക്കുന്നു എന്ന് തന്നെ പറയും. അതിനർത്ഥം ഇറാൻ അനുകൂലമെന്നോ ഇസ്രായേൽ അനുകൂലമെന്നോ ആണോ അർത്ഥം? അല്ലല്ലോ. ഇവിടെ ആ രീതിയിൽ മാറി ചിന്തിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം ഇപ്പോൾ സംസാരിച്ച 3 രാജ്യങ്ങൾ, ഇറാൻ, സൗദി അറേബ്യ ആൻഡ് തുർക്കി, ഈ 3 രാജ്യങ്ങൾ മേഖലാ ശക്തികളാണ്. ഭാവിയിലും ഈ 3 രാജ്യങ്ങൾ ആ മേഖലയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തത്തക്ക രീതിയിൽ ഈ 3 രാജ്യങ്ങളും തമ്മിൽ എക്കാലത്തും ഇണങ്ങിയും പിണങ്ങിയും തമ്മിലുള്ള ബന്ധമാണ്. തുർക്കിയും സൗദിയും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. പിന്നീട് ആ ബന്ധമൊന്ന് സ്ഥിരീകരിച്ചു, ബന്ധമൊന്ന് കുറച്ച് ശാന്തമായി. വീണ്ടും സംശയങ്ങളുണ്ട്. പൂർണ്ണമായി തുർക്കി സൗദിയെ വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെ വിശ്വസിക്കാതിരുന്നത് കൊണ്ടാണ് ഈ പരസ്പരം ഇസ്ലാമിക ലോകത്തെ വിശ്വാസക്കുറവാണ് യുദ്ധങ്ങളിൽ 1948-ലെയും 56-ലെയും 67-ലെയും 1973-ലെയും എല്ലാം അറബ് ഇസ്രായേലി യുദ്ധങ്ങളിൽ ഇസ്രായേലിനെ തുണച്ചത് അമേരിക്ക മാത്രമല്ല, അറബ് ഇസ്ലാമിക ലോകത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ ആകമാന ഡിസ്യൂണിറ്റി ആണ്. ഇപ്പോഴും അതേ ഡിസ്യൂണിറ്റി ഉണ്ട്. ആത്യന്തികമായി ഇവരെല്ലാം ചേർന്ന ഒരു സന്തുലിതമായ അവസ്ഥയുണ്ടാകണം. അതിനെല്ലാം മധ്യത്തിൽ ഇസ്രായേൽ ഉണ്ടാവണം, ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സായി. ഇസ്രായേൽ ശത്രുവായിട്ടല്ല, കോ എക്സിസ്റ്റൻസ്. ദ ഓൺലി മന്ത്ര, ദ പീസ് മന്ത്ര ഈസ് എക്സിസ്റ്റ് ആൻഡ് കോ എക്സിസ്റ്റ്. സഹവസിക്കുക, ഒരുമിച്ച് ചേർന്ന് വസിക്കുക. അതിനുള്ള മാനസികമായ സാഹചര്യം ഉണ്ടെങ്കിൽ ആ പ്രദേശം അനന്തമായ സാധ്യതകളുള്ള മധ്യപൂർവ്വ പ്രദേശത്ത് ഒന്നിനും ഒരു കുറവുമില്ല, പാലും തേനും ഒഴുകുന്ന നാടായി അത് മാറും. ശരിക്കും കനത്ത പ്രഹരം തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ വരുത്തിയിട്ടുള്ളത്. മരണസംഖ്യ 1500 ആകുന്നു. കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ വൻ നാശനഷ്ടം വന്നിട്ടുണ്ട്. എന്നിട്ടും ഇറാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. ഇസ്രയേലിലെ ഡിമോണ ആണവ കേന്ദ്രം ലക്ഷ്യമിടുമെന്നാണ് ഒടുവിൽ ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നതും. അതിന് കഴിയുമോ ഇറാന്? ഡിമോണ ആണവ കേന്ദ്രം ഇസ്രയേലിൻ്റെ വലിയ ഒരു പ്രതിരോധ കോട്ടയാണ്. അവിടെയാണ് ഇസ്രയേലിൻ്റെ ആണവ സാങ്കേതിക വിദ്യയുടെ വലിയ ആസ്ഥാനം. പക്ഷേ അത് വളരെ ഇസ്രായേലിൻ്റെ നഗരങ്ങളിൽ നിന്ന് ഏറെ അകലം പാലിക്കുന്ന മരുഭൂമിയുടെ മധ്യത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടേക്ക് തീർച്ചയായും ഇറാനിയൻ ആക്രമണം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഇസ്രായേൽ പ്രീഎംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത്. കാരണം ഒരു ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വികിരണം, ആണവ റേഡിയേഷൻ, അത് വളരെ ഭീമമല്ലേ. ഇസ്രായേൽ ചെറിയൊരു രാജ്യമല്ലേ. അയൽ രാജ്യങ്ങളിലേക്ക് ആണവ ഡിമോണ ആളയ നിലയൊക്കെ ആക്രമിക്കപ്പെട്ടാൽ ജോർദാൻ രാജ്യത്തേക്കും സൗദിയിലേക്കും ഇസ്രായേലിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എല്ലാം തന്നെ ആണവ വികിരണം ഉണ്ടാവും. ഇപ്പോൾ തന്നെ നഥാൻസിലെ ആണവ നിലയം, ഇറാനിലെ നഥാൻസിലെ ആണവ നിലയത്തിൽ അതിശക്തമായ ഇറാനിയൻ ആക്രമണം, ഇസ്രായേലി അമേരിക്കൻ ആക്രമണം ഉണ്ടായപ്പോൾ ആണവ വികിരണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. IAEA പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആക്രമണം ഉണ്ടായി എന്നത് ശരിയാണ്, ആണവ വികിരണം കാര്യമായി സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആണവ നിലയങ്ങൾ കേന്ദ്രമാക്കി അറ്റാക്ക്, അത് അമേരിക്ക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ്റെ ആണവശേഷിയെ തകർക്കാൻ ബലപ്രയോഗം നടത്തുമ്പോൾ വികിരണ സാധ്യത, ഫിസൈൽ മെറ്റീരിയൽസ്, അത് ആണവ വികിരണം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ആക്രമണം. ഈ ഇക്കണോമിക് ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, അതിലേക്കുള്ള ആക്രമണം ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷേ അപരിഹാര്യമായ നാശനഷ്ടങ്ങളാണ് ആണവ വികിരണത്തിലൂടെ സംഭവിക്കുക. അതുകൊണ്ട് പരസ്പരം ആണവ കാര്യങ്ങളിൽ സംയമനം പാലിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായി നശിപ്പിക്കാൻ ഇറാൻ ഒരുപക്ഷെ കഴിയില്ല. അതിനുള്ള പ്രഹരശേഷി ഒരുപക്ഷെ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇസ്രായേൽ അത് എന്തു വില കൊടുത്തും അത് ഡിഫെൻഡ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യും. അതിനുള്ള മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടാവും. അതുമാത്രമല്ല, ആണവം എന്ന് പറയുന്നത് ഒരു നിലയം അവസാനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ആണവ കപ്പാസിറ്റി പോകുന്നില്ലല്ലോ. സാങ്കേതിക വിദ്യയല്ലേ. ആണവ
ടെക്നോളജി കൈവശമുണ്ട് എങ്കിൽ ഏത് നിമിഷവും കൂടുതൽ ശക്തമായി ആണവ സമ്പുഷ്ടീകരണം നടത്തി വീണ്ടും അടിമുടി ആയുധം അണിയാൻ സാധിക്കും. അതുകൊണ്ട് ആണവ ടെക്നോളജിയാണ് വിപത്ത്, അല്ലാതെ ആണവ നിലയങ്ങൾ എന്നത് തകർക്കാൻ സാധിക്കും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരു രീതിയിലും ന്യായീകരിക്കാവുന്നതാവില്ല.